തീവണ്ടിയിലെ ജാലകങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന തണുത്ത കാറ്റ് നാഥുറാം പാണ്ഡെയെ അലസോരപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാലമെന്തെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ കണ്ണുകൾ നിറഞ്ഞു. അയാൾ തൻ്റെ ചെവിയോട് ചേർത്ത് കെട്ടിയ മുഷിഞ്ഞ തലക്കെട്ട് കൊണ്ട് കണ്ണുകൾ ആരും കാണാതെ തുടച്ചു കളഞ്ഞു. തീവണ്ടി നെൽപ്പാടം കഴിഞ്ഞ് കുന്നുകൾക്കിടയിലെ ഇരുട്ട് നിറഞ്ഞ തുരങ്കത്തിലേക്ക് പാമ്പ് ഊളിയിടുന്നത് പോലെ തൻ്റെ തല കിടത്തി മുന്നോട്ടു പോയി. പച്ച നിറഞ്ഞ നെൽവയലുകൾക്കിടയിലൂടെ തത്തകൾ കൊത്തിപ്പറിക്കുന്നത് ആട്ടിയോടിക്കാനായി ബഹളമുണ്ടാക്കിയോടുന്ന തൻ്റെ കുട്ടികൾ, അപ്പുറത്തെ വരമ്പിലിരുന്ന് എണ്ണ പുരട്ടാതെ തനിക്കിഷ്ടപ്പെട്ട റൊട്ടി ഉണ്ടാക്കുന്ന അവൾ. നാഥുറാം ഓർത്തു, എത്ര വേഗമാണ് ജീവിതങ്ങളിൽ നിറങ്ങൾ ഒഴുകിമാറി കറുപ്പും വെളുപ്പും കയറി വരുന്നത്. എവിടെയോ ഉണ്ടായ ഭൂമികോപത്തിലെ കാറ്റിൻ്റെ ഗതിമാറ്റം, പിന്നെയത് മഴയായി, പേമാരിയായി. വിളകൾ മൊത്തം നശിച്ചു. പാടവരമ്പത്തെ ഒറ്റയ്ക്ക് നിന്ന പേരയ്ക്ക മരത്തിനടിയിൽ തളർന്നിരുന്നു നാഥുറാം. വട്ടിപ്പലിശക്കാരൻ ഇന്നലെയും വന്നിരുന്നു. നാഥുറാം കൃഷിഭവനിൽ പോയ സമയത്തായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ മുതലും പലിശയും തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ അയാൾ സുന്ദരമായ ഒരു സൗകര്യവും കൂടി പറഞ്ഞു തന്നു. നാഥുറാമിൻ്റെ വൃക്ക വിൽക്കാൻ. തരാനുള്ള കാശ് കഴിച്ച് ബാക്കി വന്നാൽ അത് നാഥുറാമിന് തന്നെ തിരിച്ചേൽപ്പിക്കും. തീവണ്ടിക്ക് ഗതിവേഗം കുറഞ്ഞു. അടുത്ത സ്റ്റേഷൻ നാഥുറാമിന് ഇറങ്ങാനുള്ളതാണ്. അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലായിരുന്നു. അയാൾ ഇറങ്ങാനുള്ള വാതിലിനരികിലേക്ക് നടന്നു. അവിടെ അയാളെയും കാത്ത് ആശുപത്രി ജീവനക്കാർ വട്ടിപ്പലിശക്കാരൻ പറഞ്ഞതനുസരിച്ച് കാത്തു നിൽപ്പുണ്ട്.